ആത്മഹത്യ ചെയ്ത TTC വിദ്യാർത്ഥിനിയുടെ വീട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ സന്ദർശിച്ചു. യുവതിയുടെ ആത്മഹത്യയെ തെറ്റായ നിലയിലേക്ക് വഴിതിരിച്ചുവിട്ട് കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടക്കുന്നതായി ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ഈ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംഭവത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും പിടികൂടാൻ കേരള പോലീസിന് കഴിയുമെന്നും അവർ പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി, സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, സെക്രട്ടറി CS സുജാത എന്നിവരാണ് ആത്മഹത്യ ചെയ്ത യുവതിയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. കുടുംബത്തിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ആന്റണി ജോൺ MLA, CPM നേതാക്കളായ KA ജോയി, CPS ബാലൻ, PM അഷറഫ്, PP മൈദീൻ ഷാ, റഷീദ സലീം, സുധാ പത്മജൻ, KA നൌഷാദ്, സിന്ധു ഗണേശൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. റമീസിനൊപ്പം പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച മുഴുവൻ പേരെയും കണ്ടെത്തണമെന്ന് PK ശ്രീമതി ആവശ്യപ്പെട്ടു. വിവാഹം കഴിക്കാൻ മതം മാറണമെന്ന് ആവശ്യപ്പെട്ട റമീസിന് ദുരുദ്ദേശമുണ്ടായിരുന്നതായി സംശയിക്കണം. ഇത്തരമൊരു സംഭവം കേരളത്തിൽ ആദ്യമായാണ്. നമ്മുടെ ഈ പെൺകുട്ടി റമീസിനെ കാണുകയും വിവാഹം നമുക്കിപ്പോൾ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അത് കഴിഞ്ഞ് ഇവരെ വീട്ടുകാർ സഹോദരൻ തയ്യാറാണ്, അമ്മയും അതിന് എതിരല്ല, അവരുടെ വീട്ടുകാരും എതിരല്ല എന്നെല്ലാമുള്ള നില വന്നപ്പോഴാണ് ആ പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം, നീ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടു കൂടിയാണല്ലോ ആ പെൺകുട്ടി പോകുന്നത്. ഇതെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. വിവാഹം മാത്രം പിന്നീട് നടത്താം. അപ്പോൾ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരിയോടക്കം അടക്കം വിവരം പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ വീട്ടിലേക്ക് പോയത്. പക്ഷെ അവൾ അവിടെ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അവൾ എഴുതി വെച്ച കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്ക് വേറെ ചില ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ദുരുദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം അവൾ നോക്കി. അതിനിടയിൽ തൻ്റെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ പെട്ടുപോയിട്ടുണ്ട്, അപ്പോൾ രജിസ്റ്റർ മാരേജ് കഴിക്കണമെങ്കിൽ തന്നെയും ഞങ്ങൾ പറയുന്നത് പോലെ നിൻ്റെ മതം മാറണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചു എന്നാണ് പെൺകുട്ടി കത്തിലെഴുതിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ്. എല്ലാ പ്രതികളെയും പിടികൂടാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. NIA അന്വേഷണം വേണമെന്ന വാദത്തെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറായില്ല. ഇതിനെ സംബന്ധിച്ച് ഏത് അന്വേഷണം നില കേരളത്തിലെ പോലീസ് തന്നെ ഇതന്വേഷിച്ച് പരിഹരിക്കാൻ നല്ല കഴിവുള്ളവരാണ്. ഏത് കുറ്റകൃത്യം ചെയ്തവനെയും കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് നല്ല ഒരുപക്ഷെ നമ്മുടെ ബ്രിട്ടീഷ് സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസിനേക്കാളും കഴിവുള്ള മികവേറിയ ഗവേഷണ ബുദ്ധിയുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ. അതെല്ലാം നമുക്ക് നന്നായിട്ടറിയാം. ഇവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റമീസ് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. റമീസ് ഈ കുട്ടി പറയുന്നതിനനുസരിച്ച് അവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമോ പീഡനമോ ഭീഷണിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. നമുക്ക് ആരെയും രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. കുറ്റം ചെയ്തിട്ടുള്ള ഭരണഘടനയ്ക്കും നിയമത്തിനും വിരുദ്ധമായിട്ട് ആര് എന്ത് ചെയ്താലും അത് അന്വേഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു പോലീസ് സംവിധാനം ഇവിടെയുണ്ട്. 2 കേന്ദ്രമന്ത്രിമാർ നടത്തിയ സന്ദർശനത്തെ സംശയത്തോടെയാണ് കാണുന്നതെന്ന് PK ശ്രീമതി പറഞ്ഞു. സമാന സംഭവങ്ങളുണ്ടായിട്ടുള്ള മറ്റിടങ്ങളിൽ അവർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. സംഭവത്തെ തെറ്റായ ദിശയിലേക്ക് വഴിതിരിച്ചുവിട്ട് കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് ശ്രമമെന്ന് സംശയിക്കുന്നു. എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, എല്ലാ വീടുകളിലും പോയിട്ടുണ്ട്. പക്ഷേ ചില ഉത്തരവാദപ്പെട്ട ഒറ്റൊരു സ്ഥലത്തും പോകാത്തവർ ഇവിടെ മാത്രം വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കേട്ടത് ഇന്നലെയോ മിഞ്ഞാന്നോ മറ്റോ 2 കേന്ദ്രമന്ത്രിമാർ അവിടെ എറണാകുളത്ത് തന്നെ വേറെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്, അങ്കമാലിയിൽ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്, കൊല്ലത്ത് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്, തിരുവനന്തപുരത്ത് 3-4 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും പോകാൻ മനസ്സ് കാണിക്കാത്ത 2 കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നിട്ട് അന്വേഷിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്താണ്, അതിൻ്റെ പിന്നിലെന്താണ്? അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ സംശയമുണ്ട്. ഇത് വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ മാറ്റി കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് സംശയം ഉണ്ട്, ഇല്ലാന്നില്ല. GTV ന്യൂസ്, കോതമംഗലം.